ഈ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും അത് ജസ്റ്റ് ടോട്ടൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ഇക്വേഷനാണ്. നമ്മൾ ഈ ഇക്വേഷനിൽ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്ന ടേമിന് പകരം നമ്മളത് മൊമെൻറ്റത്തിൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ പി സ്ക്വയർ ബൈ 2m എന്ന് വരും. എന്തുകൊണ്ട് മൊമെൻറ്റത്തിൻ്റെ ടേബിൾ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്കൊരു പാർട്ടിക്കളുടെ ഇക്വേഷനാണ്. പാർട്ടിക്കളുടെ മൊമെൻറ്റം, പാർട്ടിക്കളുടെ കൈനറ്റിക് എനർജി. പക്ഷേ നമുക്കിത് വേവിൻ്റെ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനാണ് ഡി ബ്രോയിലിയുടെ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി ഇക്വേഷൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. അതിൽ പി എന്ന് പറയുന്നത് പാർട്ടിക്കളുടെ മൊമെൻറ്റവും ലാംഡ എന്ന് പറയുന്നത് ഒരു വേവിൻ്റെ വേവ് ലെങ്ത്തുമാണ്. തൽക്കാലം നമുക്ക് വേവ് ലെങ്ത്തിന് പകരം വേവ് നമ്പർ അഥവാ കെ ഉപയോഗിക്കാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വേവ് ഇക്വേഷൻസിൽ കെ ആണ് ഉപയോഗിക്കുന്നത്. ജനറലായിട്ട് ഒരു വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതിനെ നമ്മൾ സൈ എന്ന് വിളിക്കുന്നു എന്ന് വിചാരിക്കുക. ഇത് കോസിൻ്റെയും സൈൻ്റെയും കമ്പോണൻസ് ആണ്. ഇത് നമുക്ക് യൂലർ ഇക്വേഷൻ e⁻⁻ cos θ പ്ലസ് i sin θ ഉപയോഗിച്ച് നമുക്ക് ഈ വേവ് ഫംഗ്ഷനെ ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷനിലെ കെക്ക് പകരം നമുക്ക് മൊമെൻറ്റത്തിൻ്റെ ടേംസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഒരു വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കിട്ടും. പക്ഷേ അതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഐ എന്ന് പറയുന്ന ടേം ഉണ്ട്. ഐ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറാണ്. പക്ഷേ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ ഇല്ലാത്തതാണ്. അപ്പോൾ നമുക്ക് ഈ കോംപ്ലക്സ് നമ്പർ കളയണമെന്നുണ്ട്. അതിന് ഒരു വഴി എന്ന് പറയുന്നത് ഈ വേവ് ഫംഗ്ഷനെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ഐ പോവില്ല, പക്ഷേ അത് എക്സ്പൊണൻഷ്യൽ ആയതുകൊണ്ട് വേവ് ഫംഗ്ഷൻ അതുപോലെ തന്നെ ഉണ്ടാവും. സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യുമ്പോഴാണ് ഐ സ്ക്വയർ ഇസിക്കൽ -1 ആയിട്ട് നമുക്ക് ഐ പോയി കിട്ടാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. പി ഈക്വൽ ടു എച്ച് ബാർ കെ ആണെങ്കിൽ കെ ഈക്വൽ ടു പി ബൈ എച്ച് ബാർ ആണ്. അപ്പോൾ നമ്മൾ കെക്ക് പകരം പി ബൈ എച്ച് ബാർ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതിലെ എച്ച് ബാർ സ്ക്വയർ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പി സ്ക്വയർ സൈ എന്ന് പറയുന്നത് ഒരു ടേമായിട്ട് നമുക്ക് കിട്ടും. അതിലൊരു സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്, എച്ച് ബാർ സ്ക്വയറും ഉണ്ട്. പക്ഷേ നമ്മുടെ ഇക്വേഷനിൽ പി സ്ക്വയർ സൈ ഇല്ല, ജസ്റ്റ് പി സ്ക്വയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ സൈ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് ഭാഗത്തും റൈറ്റ് ഭാഗത്തും സൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ പി സ്ക്വയർ സൈ വന്നു. അപ്പോൾ പി സ്ക്വയർ സൈക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ ടേം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷനാണ് സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ. ഇതിലെ ലെഫ്റ്റ് ഭാഗത്തുള്ളത് ടോട്ടൽ എനർജി ഓഫ് ദി വേവും റൈറ്റ് ഭാഗത്തുള്ളത് പൊട്ടൻഷ്യൽ ഓഫ് എനർജി ഓഫ് ദി വേവും കൈനറ്റിക് എനർജി ഓഫ് ദി വേവിൻ്റെയും സമ്മാണ്. അപ്പോൾ ഈ ഇക്വേഷൻ തന്നെ വേറെ രീതിയിലുള്ള ആൾക്കാർ എഴുതാറുണ്ട്. ഈ എച്ച് ബാർ ടേമിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോവുക, അതുപോലെ പൊട്ടൻഷ്യൽ എനർജിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകുക, എല്ലാത്തിനും ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകുക. അപ്പോൾ റൈറ്റ് സൈഡ് 0 ആയിരിക്കും. അപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയും സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതാറുണ്ട്.